ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് ഞങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ, ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടും. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്വപിതാവാം ദൈവമേ, അവിടുത്തെ പാരബന്ധങ്ങളിലേക്ക് അടിയങ്ങൾ കടത്തു വരുവാൻ തക്കവണ്ണം ഈ സമയം ഒരുക്കിയിരിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ടും കരുണകൾക്കായിട്ടും അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കുവാൻ വന്നിരിക്കുന്നതിൻ്റെ മക്കളെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എളിയ ശുശ്രൂഷ അവിടുത്തെ നാമബോധത്തിനായി തീരുവാൻ ഈശോയെ സഹായിക്കണമേ. അനേകർക്ക് അങ്ങേ രുചിച്ചറിവുകൾ മുഖാന്തരമാക്കി തീർക്കണമേ. വചനത്തിൻ്റെ മർമ്മങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഇത് കർത്താവെ വഴിവിളക്കായി തീരണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി അല്പമായും അധികമായും പ്രവർത്തിച്ച എല്ലാ മക്കളെയും തരുന്ന കർത്താവെ, ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അളന്ന് കുഴിക്കുന്ന നല്ലൊരളവ് നീ അവർക്ക് ദാനമായി നൽകണമേ. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേഴയിലും അങ്ങയിലേക്ക് കൊണ്ട് അതിമഹത്തായ സൃഷ്ടി നയിപ്പാൻ ശക്തീകരിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുവാനാണമേ. ആമേൻ. ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും കർത്തൃനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലുള്ള ശുശ്രൂഷ നേരത്തെ പങ്കെടുത്തിട്ടുണ്ടോ? ചർച്ചിലെ ശുശ്രൂഷകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് വേർഡ് ടു വേൾഡ്. അതെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടേതായിട്ടുള്ള ഈ മത്സരത്തിലേക്ക് പങ്കെടുക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ജഡ്ജസിനെ പരിചയപ്പെടുത്തുകയാണ്. ഇത് ശ്രീമതി രാജീവ് വർഗീസ്, എൻ്റെ പ്രിയ ഭക്തിയാണ്. ഈ വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് എന്ന കർത്താവിൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ കൂട്ടുവേലക്കാരിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ വിമൻസ് വിങ്ങിൻ്റെ ചുമതലയും പ്രിയപ്പെട്ട രാജയാണ് വഹിക്കുന്നത്. സോ രാജയെ ഈ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യും. അടുത്തതായിട്ടുള്ളത് ശ്രീമതി രോഹിണി ഫിലിപ്പോസാണ്. എൻ്റെ കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് ഈ സോഷ്യൽ ബലയനെ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. ഞങ്ങൾ രൂപയിലായിരുന്നപ്പോൾ രോഹിണിയുടെ പ്രിയ ഭർത്താവ് പരേതനായ ശ്രീ രാജു എന്ന് ഞാൻ വിളിക്കുന്ന ഫിലിപ്പോസ് എന്നോട് വളരെയധികം എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച മാന്യദേഹമായിരുന്നു. എൻ്റെ ഒരു ആത്മമിത്രമായിരുന്നു. അദ്ദേഹം ഇവിടെ നാട്ടുവന്ന ശേഷം കടന്നുപോയി. എന്നാൽ ഇന്നും ആ സ്നേഹത്തിൽ തന്നെ നിന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയാണ് പ്രിയപ്പെട്ട രോഹിണി ഫിലിപ്പോസ്. അപ്പോൾ രോഹിണിയും ഈ ശുശ്രൂഷയിൽ ജഡ്ജായിട്ട് തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നു. കർത്തൃനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തണം പ്രേക്ഷകർ. എൻ്റെ പേര് ഫിലോമിന എന്നാണ്. ഞാൻ മാവേലിക്കരയിൽ നിന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് കടന്നു വരുന്നത്. മാവേലിക്കര ചെന്നിത്തല. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഞങ്ങളിപ്പം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഞാൻ പെന്തക്കോസ്ത് വിശ്വാസിയാണ്. ശുശ്രൂഷയിലാണ്. ഞാൻ രാവിലെ നടക്കുന്ന ബൈബിൾ ക്വിസിലൂടെയാണ് ഞാൻ ഈ പ്രോഗ്രാമിനെ പറ്റി അറിയാനിടയായിട്ടുള്ളത്. അതിനകത്ത് ഞാൻ ആൻസർ അയക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ പ്രോഗ്രാമിനെ പറ്റി അറിയുന്നതിന് എന്നെ ഇവിടേക്ക് വിളിക്കുവാനിടയായി. ഞാൻ ഇവിടെ വന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ എനിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എനിക്ക് വളരെ സന്തോഷം. കാരണം ആത്മീയമായി നമുക്ക് ഒരുപാട് ദൈവവചനം പഠിക്കാനും വളരാനും ഒക്കെ സാധിക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഏത് സഭയിലാണ് പ്രവർത്തിക്കുന്നത്? IPC ആണ്. IPC. എൻ്റെ വീട് മാന്നാത്താണ്, മുട്ടപ്പള്ളിക്ക് സമീപമാണ്. ചെന്നിത്തല എവിടെയാണ്? ചെന്നിത്തല വാഴക്കൂട്ടംകട. വാഴക്കൂട്ടംകടവിനടുത്ത്. ഓക്കെ, വെരി ഗുഡ്. ഞങ്ങളിപ്പം കായംകുളത്ത് കായംകുളത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള മത്സരങ്ങൾ നേരത്തെ പങ്കെടുത്തിട്ടുണ്ട്? ചർച്ചകളിലെ മാത്രം. ഇത് ഇങ്ങനെ ആദ്യമായിട്ടാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ പ്രത്യേകമായ ശുശ്രൂഷയിലേക്ക്
കർത്താവ് സ്വാഗതം ചെയ്യും. എൻ്റെ പേര് റിബേക്ക ജോൺ എന്നാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം പിരപ്പംകൂടെന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ നിന്ന് എൻ്റെ മകൾ ജോളി ദേവകുമാരൻ കൂടെയാണ് ഞാൻ ഇവിടെ അറിയാനും ഇവിടെ വന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും ഇടയായി തീർന്നത്. എനിക്ക് ഇത് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇവിടെയുള്ള ദൈവമക്കളെല്ലാം ദേവദാസന്മാരെ കാണുവാനും ഇവിടെ പങ്കെടുക്കുവാനും എനിക്ക് സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനിയും ഇങ്ങനെയുള്ളതിൽ പങ്കെടുക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വചനം കൂടുതൽ പഠിക്കുവാനും ഒക്കെ ഉള്ള അവസരം എനിക്ക് ലഭിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ഹസ്ബൻഡ് 1.5 വർഷത്തിന് മുമ്പേ കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെട്ടു. ഞങ്ങൾ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാണ്. നല്ലൊരു യാത്രയപ്പൊക്കെ അയച്ച് ദൈവം നല്ല ഒരു മരണം കൊടുത്തു. ഇപ്പോൾ ഞാൻ വിശ്വാസത്തിൽ വളരെ സന്തോഷത്താണ്. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മകള് വിവാഹം കഴിച്ചത് ഒരു പാസ്റ്ററാണ്. അവർ കുടുംബമായിട്ടുണ്ട്, അടുത്ത് തന്നെ താമസിക്കുന്നു. എൻ്റെ മകൻ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് നിൽക്കുന്നു. ദൈവ വേലയ്ക്കായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മകളും ഉണ്ട്. നമുക്ക് ഈ ഫിറ്റ്സിൻ്റെ അസുഖം കൊണ്ട് കിടപ്പാണ്. ഇങ്ങനെ ഞങ്ങളുടെ കുടുംബം അങ്ങനെയാണ്. ഞങ്ങൾ സന്തോഷമായിട്ട് ഇങ്ങനെ ഇവിടെ ഒരു ഇതുണ്ടെന്ന് എൻ്റെ മകള് എൻ്റെ പേരിവിടെ കൊടുത്തതും അങ്ങനെയാണ് എനിക്കിവിടെ വരാനും ദേവദാസന്മാരെയൊക്കെ കാണാനും സന്തോഷത്തോടെ എനിക്ക് ഇതിൽ പങ്കെടുക്കുവാനിടയായി തീർന്നു. വചനം കൂടുതൽ പഠിക്കുന്നതിനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എത്ര വയസ്സ് പ്രായമുണ്ട് ഇപ്പോൾ? എനിക്ക് 82 വയസ്സായി. 82 വയസ്സുണ്ട്. അപ്പോൾ ആൻറ്റി തന്നെയാണ്. ഞാൻ ഈ പേര് കാണുന്നതല്ലാതെ വയസ്സോ അല്ലെങ്കിൽ അതൊന്നുമില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഞാൻ എടുത്ത് ചോദിക്കുന്നത്. ഏത് സഭയാണ് പോകുന്നത്? ഇപ്പോൾ പോകുന്ന PMG ചർച്ചിലാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഷെർലിൻ വർഗീസ്. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ഷെർലിൻ എന്നാണ്. ഞാൻ ഏറ്റിങ്കരയ്ക്കടുത്ത് തൊഴിക്കൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് 2 പെൺമക്കളാണുള്ളത്. അസംബ്ലീസ് ഓഫ് ഗോഡ് ആലമ്പറ്റ ചർച്ചിലെ മെമ്പറാണ് ഞാൻ. എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഈ ബൈബിൾ ക്വിസിനെ പറ്റി അറിയുന്നത്. അതുപോലെ തന്നെ രാവിലെ നടക്കുന്നതായ ആ ഒരു ബൈബിൾ ക്വിസിൻ്റെ പ്രോഗ്രാമിൽ ഞാനും സ്ഥിരം പങ്കെടുക്കാറുണ്ട്. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. ഇങ്ങനെയുള്ള അവസരം എനിക്ക് ആദ്യമായിട്ടാണ് ലഭിക്കുന്നത്. അത് ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 13 വർഷം കഴിഞ്ഞു. എനിക്ക് 2 പെൺമക്കളെയാണ് ദൈവം ദാനമായി നൽകി തന്നത്. മൂത്ത മോള് BHMS എന്ന കോഴ്സിന് തിരുവനന്തപുരം വിദ്യാധിരാജ ഹോമിയോ മെഡിക്കൽ കോളേജിൽ 2nd ഇയർ പഠിച്ചുകൊണ്ടായിരിക്കുന്നു. ഇളയ മോള് +2 ഇപ്പോൾ എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കുന്നു. ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡ് ആലമ്പറ്റ ചർച്ചിലെ മെമ്പറാണ്. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ദേവവേല ചെയ്തു വരുന്നു. ഹൗസ് വൈഫാണോ അതുപോലെ ജോലി വല്ലതും ചെയ്യുന്നുണ്ടോ? ജോലിയും ചെയ്യുന്നുണ്ട്. ശുശ്രൂഷയ്ക്ക് കിട്ടുന്ന അവസരങ്ങൾ അങ്ങനെ പോയി ശുശ്രൂഷ ചെയ്യുന്നത്. വീട്ടിൽ തയ്യലുണ്ട്. പിന്നെ അല്ലാതെ കിട്ടുന്ന ജോലികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ശുശ്രൂഷയ്ക്കായി പുറത്ത് പോവും, ചർച്ചുകളിലൊക്കെ പോവും, പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ ഇടയിലാണോ അതോ പൊതുവായിട്ട് ഫാസ്റ്റിംഗ് പ്രയറിന്, അതുപോലെ ലേഡീസ് ക്യാമ്പുകളിൽ, യൂത്ത് ക്യാമ്പുകളിൽ, പിന്നെ BBS പഠിപ്പിക്കാനൊക്കെ പോകും. ഏത് ചർച്ചായിരുന്നു പറഞ്ഞത്? അസംബ്ലീസ്. ഉപവാസ പ്രാർത്ഥന പങ്കെടുക്കുന്നുണ്ട്. പ്രസംഗിക്കും. അതെ അതെ. പ്രസംഗിക്കുകയാണോ ഉപവാസിക്കുക പ്രാർത്ഥിക്കുകയാണോ? പ്രാർത്ഥിക്കുകയും ചെയ്യും, ഉപവസിക്കുകയും ചെയ്യും. അതെ അതെ. കാരണം ഞാൻ നയിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയാണ്. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് എന്ന് പറയുന്നത് ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയാണ്. 40ാമത് വാർഷികം ഈ കഴിഞ്ഞ ഡിസംബറിലാണ് നടത്തപ്പെട്ടത്. ഏകദിനം, ത്രിദിനം, അങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥന 7 ദിവസത്തെ 21 ദിവസമൊക്കെയുള്ള ഉപവാസ പ്രാർത്ഥനകൾ നയിക്കുന്ന ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷയാണ്. അല്ല ഒരു പൊതുവായിട്ടുള്ള ശുശ്രൂഷയല്ല. ഉപവാസം ഇതിരുന്ന പൊതുവായിട്ട് എല്ലാവരും വരുമെങ്കിലും മുഖമുദ്ര ഉപവാസ പ്രാർത്ഥനയാണ്. അതെ, അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നേരത്തെ ഇതുപോലെയുള്ള ക്വിസ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെയുള്ളത് ആദ്യമായിട്ടാണ്. ഇതുപോലെ സ്റ്റേജൊക്കെ ആദ്യമായിട്ടാണ്. പക്ഷേ വെരി ഗുഡ്, വെരി ഗുഡ്. സ്റ്റേജ് ഒന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ചുമ്മാ അലങ്കാരമായിട്ട് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓൾറൈറ്റ്. അതെ അതെ, സോ മച്ച്. യെസ്, അക്സ വിനോയ് പറഞ്ഞോട്ടെ. എൻ്റെ പേര് അക്സ വിനോയ്. ഞാൻ ആറ്റിങ്ങിൽ നിന്നാണ് വരുന്നത്. PMG ചർച്ച് വെമ്പായ അവിടെയാണ് ഞങ്ങൾ ആരാധനയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ച്. ഞങ്ങളുടെ ഒരു ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ഈ ബൈബിൾ ക്വിസിനെ പറ്റി അറിയുന്നത്. പണ്ടേ മുതൽ തന്നെ ഇങ്ങനെയുള്ള ക്വിസ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചർച്ചുകളിൽ പല പ്രോഗ്രാമുകളും അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഇത് ആദ്യമായിട്ടാണ്. ഇതെനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് മാത്രമല്ല, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതൊരു അനുഗ്രഹമായി തീരട്ടെ. താങ്ക് യു. എൻ്റെ പിതാവ് ശുശ്രൂഷയിലായിരിക്കുന്നു ഇവിടെ വേറ്റനാട് തന്നെ. അതെ അതെ, PMG ചർച്ചിൽ തന്നെ.
ഞങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് ഗുജറാത്തിലായിരുന്നു. ഇപ്പം ഞാനൊരു 3 മാസമായിട്ട് ഇവിടെ നാട്ടിലുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അവിടെ ഗുജറാത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ഒരു 4 വയസ്സായ മോനുണ്ട്. ഇങ്ങനെ ചർച്ച് എന്ന് പറയാൻ തിരുവനന്തപുരത്ത് മാത്രമുള്ള ഒരു ചർച്ചാണോ? അല്ല പലയിടത്തും ആയിട്ടുണ്ട്. ഇപ്പം നോർത്ത് ഇന്ത്യയിലും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ച്. പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ച്, PMG ചർച്ച്. ഓക്കെ ഓക്കെ, അത് ശരി. വളരെ സന്തോഷം. നിങ്ങൾ എല്ലാവരെയും കർത്തൃനാമത്തിൽ എളിയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ക്വിസ് കോമ്പറ്റീഷൻ്റെ ഘടനയെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കിവിടെ ആദ്യത്തെ സ്റ്റേജിലാണ് നിങ്ങൾ ഇപ്പോൾ മത്സരിക്കുന്നത്. 4 റൗണ്ടുകളാണുള്ളത്. 4 റൗണ്ട്. ആദ്യത്തെ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, പഴയ നിയമത്തിൽ നിന്നാണ്. ഒരു ചോദ്യമേ ഉള്ളൂ ഒരാൾക്ക്. ആദ്യത്തെ സ്റ്റേജിൽ തന്നെ രണ്ടാമത്തെ റൗണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. അതും ഓരോ ചോദ്യം വീതം. മൂന്നാമത്തെ റൗണ്ട് ടെസ്റ്റിമണി റൗണ്ട്, നമ്മുടെ സാക്ഷ്യത്തിനുള്ള റൗണ്ടാണ്. കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങളും നമ്മൾ ദൈവത്തിനുവേണ്ടി പ്രവർത്തിക്കുന്നതും നമ്മുടെ വിവിധ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് പ്രേക്ഷകരെ ഒരനുഭവമായി തീരുവാൻ തക്കവണ്ണം, പ്രചോദനമായി തീരുവാൻ തക്കവണ്ണമുള്ള ഒരു റൗണ്ടാണത്. അതിന് ടെസ്റ്റിമണി റൗണ്ട്, സാക്ഷ്യ റൗണ്ടാണ്. 5 മിനിറ്റ് നിങ്ങൾക്ക് പറയാൻ കഴിയും. വീണ്ടും സമയം ആവശ്യമുള്ള 1 മിനിറ്റ് എക്സ്റ്റൻഷൻ കിട്ടും. അങ്ങനെ 6 മിനിറ്റ് ഉണ്ടാവും. റൈറ്റ്. അവസാനമായിട്ടുള്ളത് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. അതിവേഗം പറയുന്ന വേദഭാഗം എടുത്ത് വായിക്കണം. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ശരിയായ ഉത്തരത്തിന് 5 മാർക്ക് ലഭിക്കും. ഉത്തരം തെറ്റാണെങ്കിൽ -2 മാർക്സ്. എൻ്റെ ഘടന അതാണ്. അപ്പോൾ നമ്മൾ ഉത്തരം അത്രമാത്രം നമുക്ക് ശരിയാണെന്ന് തോന്നില്ലെങ്കിൽ അത് പാസ് ചെയ്യാം. പാസ്, 1 മാർക്കും കുറയ്ക്കുകയില്ല. പക്ഷേ നമ്മൾ തെറ്റായിട്ടുള്ളൊരു ഉത്തരവാണ് നൽകുന്നതെങ്കിൽ അതിന് -2 മാർക്കുണ്ടാവും. അത് ഈ ഒരു ക്വിസ് കോമ്പറ്റീഷൻ്റെ ഘടന എന്നുള്ള രീതിയിൽ മാത്രമുള്ള കാര്യമാണ്. ആദ്യമേ ചോദിക്കുന്ന മത്സരാർത്ഥിയുടെയാണ് 5 മാർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് ആലോചിക്കാൻ ഒരുപാട് സമയമുണ്ട്. രണ്ടാമത്തെ ആളിലേക്ക് അത് പോകുമ്പോഴത്തേക്കും പിന്നെ അവർ കൂടുതൽ ആലോചിക്കാൻ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 മാർക്ക് കുറയും. ഞാൻ പിന്നെ അടുത്ത ആൾക്ക് പോയാൽ കുറയ്ക്കത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവസാനം ചെല്ലുമ്പോൾ മാർക്കൊന്നും കാണുകയില്ല. അതുകൊണ്ട് രണ്ടാമതായിട്ടുള്ള മത്സരാർത്ഥി, തുടർന്നുള്ള എല്ലാ മത്സരാർത്ഥികളും ആര് മറുപടി കൃത്യമായിട്ട് തന്നാൽ അവർക്ക് 4 മാർക്കാണ് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡും വരുന്ന സഹോദരങ്ങൾക്ക് അവർക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ കഴിയും. യോശുവ സ്റ്റേജാണ് രണ്ടാമത്തെ സ്റ്റേജ്. അപ്പോൾ ഇവിടെ ഒന്നാമതും രണ്ടാമതുമായിട്ട് വരുന്നവരാണ് ആ സ്റ്റേജിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ സമ്മാനത്തിന് ടൈ വരികയാണെങ്കിൽ, ഒരുപോലുള്ള മാർക്ക് ലഭിക്കുകയാണെങ്കിൽ എനിക്ക് ബൈബിൾ ബോംബ് ഉപയോഗിക്കേണ്ടി വരും. ഈ ബോംബ് ഇട്ട് അതിലൊരാളെ മാറ്റിയിട്ടാണ് അടുത്ത ഒരാളെ തിരഞ്ഞെടുത്ത് അടുത്ത റൗണ്ടിലേക്ക് വിടുന്നത്. അവിടെ ആദ്യത്തെ ചോദ്യം ഫിലോമിനയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. വളരെ റൈറ്റ്. വളരെ ലളിതമായൊരു ചോദ്യമാണ്. വളരെ ലളിതം. ശലോമോന് എത്ര ഭാര്യമാരും എത്ര വെപ്പാട്ടികളും ഉണ്ടായിരുന്നു? പാസ്. ആൻറ്റി? 700 ഭാര്യമാരും 700 ഭാര്യമാരും 300 വെപ്പാട്ടികളും. വളരെ ശരിയായ ഉത്തരവാണ്. സോ മിസ്സസ് റെബേക്ക ജോർജ് ഗെറ്റ്സ് 4 മാർക്സ്. 4 മാർക്ക്. സെക്കൻഡ് ആൻസറാണ് 4 മാർക്സ്. ഓൾറൈറ്റ്. അടുത്ത ചോദ്യം ആൻറ്റിയോടാണ്. ചോദിക്കട്ടെ? റെഡി? ധൈര്യമായിട്ടിരി. യഹൂദനല്ലാത്ത ഒരുവന് പെസഹ ആചരിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? പാസോ? നടത്താൻ കൊടുക്കട്ടെ. പാസ്. ഷേർലിൻ? പാസ്. അക്സ? ആര് പരിച്ഛേദന കേൾക്കണം? യഹൂദനല്ലാത്തയാൾ. യഹൂദനല്ലാത്തവർ പരിച്ഛേദന കേട്ടാൽ മതിയോ? അത് സാധാരണഗതിയിലുള്ള ഒരു ലോജിക്കാണ് അതല്ലേ? യഹൂദ മതത്തിലൊന്ന് യഹൂദ മതത്തിലല്ലാത്തവന് പെസഹ ആചരിക്കണമെങ്കിൽ അവൻ യഹൂദനായി തീരണം. പക്ഷെ അതല്ല അതിന് ഉത്തരം.
വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ ഫിലോമിന? ഇല്ല. താങ്കൾ പറഞ്ഞ പരിച്ഛേദന എന്നൊരു വാക്കവിടെയുണ്ട്. പക്ഷേങ്കിൽ അവൻ്റെ ഭവനത്തിലുള്ള യാണങ്ങളൊക്കെയും പരിച്ഛേദന. ആ യൂദാ നിയമം ഒരാളല്ല. പരിച്ഛേദനയുള്ളൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് നോ മൈനസ് മാർക്ക്. ഓൾ റൈറ്റ്. മൂന്നാമത്തെ ചോദ്യം ഷേലിനോടാണ്. റൈറ്റ്. യഹൂദ രാജധാനിയിലുള്ള സർവ്വസമ്പത്തും ബാബിലോൺ രാജാവ് ബാബിലോണിലേക്ക് കൊണ്ടുപോകുമെന്ന് ഹിസ്കിയാവിനോട് പ്രവചിച്ച പ്രവാചകൻ ആരാണ്? ഹിസ്കിയാവ്. ശരിയായ ഉത്തരമാണ്. ഷേലിൻ വർഗീസിന് 5 മാർക്ക്, 5 മാർക്സ്. ഓൾറൈറ്റ്. റൈറ്റ്. അടുത്തത് വളരെ എളുപ്പമാണ്. അക്സായിക്കാനത് 5 മാർക്സ് പെട്ടെന്ന് കൊണ്ടുപോകാം. ചോദിക്കട്ടെ? റൈറ്റ്. ദാവീദിന്റെ ആദ്യ ഭാര്യയുടെ പേരെന്ത്? മീഖൾ. 5 മാർക്സ് ഫോർ അക്സാബിനോയ്. റൈറ്റ്. ഇതോടുകൂടി നമ്മുടെ പഴയ നിയമ റൗണ്ട് അവസാനിക്കുകയാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട്. അടുത്തതായിട്ട് പുതിയ നിയമ റൗണ്ടാണ്. അത് അക്സാബിനോയാണ് ആരംഭിക്കുന്നത്. ഓൾറൈറ്റ്. ചോദിക്കട്ടെ? കൊലോസ്യ സഭയിൽ ശുശ്രൂഷ ചെയ്ത പൗലോസിന്റെ പ്രിയ സഹഭൃത്യൻ ആര്? ഒനേസിമോസ്. ഒനേസിമോസ്. ഉത്തരം വളരെ തെറ്റാണ്. -2 മാർക്സ് ഫോർ അക്സാബിനോയ്. ഷേലിൻ? പാസ്. ആൻഡി? പാസ്. യെസ്. ഫിലോമിന? തിഹിക്കോസ്. -2 മാർക്സ് ഫോർ ഫിലോമിന. എപ്പോഫ്രാസ് ആണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ കണക്ക്. ഓൾറൈറ്റ്. പ്രിയ സഹവൃത്തി. ഓൾറൈറ്റ്. ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം ഷേലിൻ വർഗീസിനോടാണ്. റെഡി ആയിക്കോ. ഉത്കണ്ഠ അകറ്റുവാൻ എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുന്നത്? വീഞ്ഞും കൂടെ സേവിക്കണം. വീഞ്ഞ് സേവിക്കണം. അയ്യോ, ഉത്കണ്ഠ അകറ്റുവാൻ വീഞ്ഞ് സേവിക്കണമെന്ന് പറയുമ്പോഴേക്കും അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. വെളിയിൽ പറയണ്ട, പോട്ടെ. അതുകൊണ്ട് -2 മാർക്സ് ഫോർ ഷേലിൻ. അപ്പോൾ നാം കുറച്ച് ബേവറേജ് ഔട്ട്ലെറ്റിലൂടെ തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം ഉത്കണ്ഠ ഇല്ലാത്തവരില്ല. അവരെല്ലാം വീഞ്ഞ് കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. ആ പോട്ടെ. ഷേലിൻ വർഗീസിന് -2 മാർക്സ്. അടുത്തത് റെബേക്ക ജോൺ. വീഞ്ഞും വേണ്ട. പാസ് ചെയ്തിരിക്കുന്നു. ഫിലോമിന? അക്സ? ഇല്ല. ഓക്കെ. ഉത്കണ്ഠയായിട്ട് എന്താ ചെയ്യുന്നത്? ഫിലിപ്പിയ സഭ എന്താണ് പറയുന്നത്? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഉത്കണ്ഠപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ശിഷ്ടമുള്ള കാര്യമാണ്. വായിച്ചിട്ടുണ്ടോ? അതാണ് ഉത്കണ്ഠയ്ക്കുള്ള മരുമരുന്ന്. അങ്ങനെയാണ്. റൈറ്റ്. അടുത്ത ചോദ്യം നമ്പർ 3. ആൻഡ് റെബേക്ക ജോൺ. റെഡി? യെസ്. കുരിന്തിൽ താൻ സ്നാനപ്പെടുത്തിയത് പൗലോസ് പറയുന്ന വ്യക്തികൾ ആര്? Pass. Pass. Yes, Philomena. ക്രിസ്പോസ് ഗായോസ്. Exactly. Crispus and Gaius. 4 marks for Philomena. അടുത്ത ചോദ്യവും ഫിലോമിനോടാണ്. പത്രോസ് പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച ശേഷം നടത്തിയ കന്നി പ്രസംഗത്തിൽ അദ്ദേഹം ആദ്യമായി ഉദ്ധരിച്ച പഴയ നിയമ പ്രവാചകൻ ആര്?
ക്ലാസ് ഇനിയും അടുത്തായിട്ട് യോവേൽ എന്തോ യോവേൽ പ്രവാചകൻ. യോവേൽ പ്രവാചകൻ. ഉത്തരം വളരെ ശരിയാണ്. സോ 4 മാർക്സ് ഫോർ അക്സ. ഇതോടെ നമ്മുടെ പുതിയ നിയമ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ലോക ജനതയ്ക്കായി ദൈവഹിതത്താൽ അവതരിച്ച വേദപുസ്തകം എന്ന് 10-ലേറെ പരിഭാഷകളിൽ മലയാളത്തിൽ ലഭ്യമാണ്. എന്നാൽ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തവും ജനപ്രിയവുമാകുന്നു ഭാഷാലാളിത്യം കൊണ്ടും സുതാര്യവും മനോഹരവുമായ ആഖ്യാന ശൈലി കൊണ്ടും ലോക മലയാളി വിശ്വാസ സമൂഹത്തിനാകെ അനുഗ്രഹമായ വിശുദ്ധ സത്യവേദ പുസ്തകം, ആധുനിക മലയാള പരിഭാഷ. വേദപുസ്തക വായന ലളിതവും ആസ്വാദ്യകരവും ജ്ഞാനദായകവും അനുഗ്രഹപ്രദവുമാകാൻ മലയാളി വിശ്വാസ സമൂഹത്തിനായി ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് പ്രാർത്ഥനാപൂർവ്വം സമ്മാനിക്കുന്നു വിശുദ്ധ സത്യവേദ പുസ്തകം, ആധുനിക മലയാള പരിഭാഷ. ലോക വിശ്വാസി സമൂഹത്തിനായി ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് പ്രാർത്ഥനാപൂർവ്വം സമ്മാനിക്കുന്നു വിശുദ്ധ സത്യവേദ പുസ്തകം, ആധുനിക മലയാള പരിഭാഷ. വായനക്കാരന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വർത്തമാന ഭാഷയിലെ ആഖ്യാന ശൈലി കൊണ്ട് ആധുനിക മലയാള ഭാഷയ്ക്ക് അനുഗ്രഹമായ വിശുദ്ധ സത്യവേദ പുസ്തകം സ്വന്തമാക്കുവാൻ ബന്ധപ്പെടുക. വേർഡ് ടോൾഡ് സെന്റർ, PB നമ്പർ 4, വെമ്പായം PO, തിരുവനന്തപുരം 695-615. ഫോൺ 9495998555. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് അനുഗ്രഹമാകാൻ വിശുദ്ധ സത്യവേദ പുസ്തകം, ആധുനിക മലയാള പരിഭാഷ. അടുത്തതായിട്ട് ടെസ്റ്റ് മണി റൗണ്ടാണ്. അഞ്ച് മിനിറ്റ് സമയമുണ്ട്. അത് പോരായെങ്കിൽ 1 മിനിറ്റ് കൂടെ തരും. നിങ്ങളുടെ അനുഭവങ്ങൾ, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിലയേറിയ സാക്ഷ്യങ്ങൾ, അതൊക്കെയും പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഒരു വിലപ്പെട്ട മുഹൂർത്തമാണ്. ആദ്യമായിട്ട് ഫിലോമിന. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. CSI കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. അതിനുശേഷം ഞാൻ എൻ്റെ 10ാമത്തെ വയസ്സിൽ കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ ജലത്തിൽ കൂടെ സാധിച്ചു. അന്ന് മുതൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അന്ന് മുതൽ IPC ചർച്ചിലാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. ചെറിയ പ്രായം മുതൽ എനിക്ക് മറ്റുള്ളവരോട് സുവിശേഷം പറയണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും പുതിയ നിയമമൊക്കെ ആയിട്ട് ഇൻ്റർവ്യൂവിൽ സമയത്തൊക്കെ കൂട്ടുകാരെയും കൂടെ കൂട്ടി എനിക്ക് അറിയാവുന്ന പോലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ എനിക്ക് വളരെ ആഗ്രഹമാണ്. BBS പഠിപ്പിച്ചു ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പഠിക്കാനും അവരൊക്കെ നിത്യതയെ കാണപ്പെടുന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അതിന് എൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷം ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയി അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു. അത് സ്കൂളും അതുപോലെ ചർച്ചും ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾക്ക് അവധി ദിവസങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാനും ട്രാക്റ്റ് കൊടുക്കാനും പ്രാർത്ഥിക്കുവാനും അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാനൊക്കെ സഹായിച്ചു. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം എൻ്റെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ സുവിശേഷ വേളയിലായിരിക്കുന്നു. അതുപോലെ ഞാനത് കഴിഞ്ഞ ശേഷം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ 1.5 വർഷം ജോലി ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. അനവധി പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദൈവം 2 കുഞ്ഞുങ്ങളെ ദാനം ചെയ്തു. എനിക്ക് മനസ്സിനകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹം എൻ്റെ അനേക ജീവിതങ്ങളെ കർത്താവിന് വേണ്ടി നേടണം എന്നുള്ള ആഗ്രഹമാണ്. ഞാൻ അങ്ങനെ പോയാലും ട്രാക്റ്റൊക്കെ കൈവയ്ക്കും. ആരെ കിട്ടിയാലും അവരോട് സുവിശേഷം പറയാനായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി ജോലി ചെയ്ത സമയത്ത് എൻ്റെ സെക്ഷൻ ഓഫീസറോടും എൻ്റെ കൂട്ടുകാരോടും എല്ലാം യേശുവിനെ പറ്റി പറയാൻ എനിക്ക് ദൈവം സഹായിച്ചു. അങ്ങനെ ഇന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വളരെ ഹൈന്ദവരൊക്കെ വളരെ തിങ്ങിപ്പറക്കുന്നൊരു ദേശത്താണ് ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. അവിടെയുള്ള പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് കർത്താവിനെ പറ്റി പറയാനും അവരുടെ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനും ഒക്കെ എന്നെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ആഗ്രഹം അതുമാത്രമാണ്. കർത്താവിന് വേല ചെയ്ത് അനേകരെ നിത്യതയ്ക്ക് വേണ്ടി നേടണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ ഭവനത്തിൽ എൻ്റെ സഹോദരങ്ങൾ ഇന്നും CSI പാരമ്പര്യത്തിൽ തന്നെയാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനും എൻ്റെ തലമുറകളെ ഓർത്ത് എൻ്റെ നിത്യതയിൽ അവരെല്ലാവരും കാണപ്പെടുന്നു ആ വലിയ ആഗ്രഹം. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായ സമയത്ത് അവരൊക്കെ കർത്താവിന് വേണ്ടി നേടണം, ഒരു കുഞ്ഞുപോലും നഷ്ടപ്പെടാതെ നിത്യതയിൽ കാണണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ ജോലി
ജോലിക്ക് വേണ്ടിയൊക്കെ ഒത്തിരി ആഗ്രഹിച്ച വ്യക്തിയാണെന്നാൽ ദൈവത്തിൻ്റെ ആലോചന എൻ്റെ ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്നുള്ളതായതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അങ്ങനെ ഞാനിന്ന് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ദൈവമക്കളുടെ എല്ലാവരെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. പൂർണ്ണസമയ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ഒരു കുടുംബമാണ്. എങ്ങനെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ചിലവുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ചോദിച്ചാൽ തെറ്റായിരിക്കരുത്. ഞാൻ പറയുമ്പോൾ ഉള്ള ജോലി രാജിവെച്ചു പോയി എന്നിട്ട് കുടുംബമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. സഭയിൽ നിന്നുള്ള സപ്പോർട്ടൊന്നുമില്ല, നമ്മൾ അത് സ്വതന്ത്രമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും അതൊരു പ്രോത്സാഹനമാകുവാനും എങ്ങനെയാണെന്നുള്ളതെന്ന് അറിയുവാനും വേണ്ടി ഞാൻ ചോദിച്ചത്. ശരിക്കും വിശ്വാസത്താൽ മാത്രമാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ സമയമായപ്പോൾ എന്ത് ചെയ്യണം, അവരെ എങ്ങനെ പഠിപ്പിക്കണമെന്നൊക്കെ ഓർത്ത് ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ട സമയത്ത് ഞങ്ങൾ ദൈവസന്നിധിയിൽ വളരെ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അവർക്ക് രണ്ടുപേർക്കും ഗവൺമെൻറ് LBS വഴിയാണ് അവർക്ക് രണ്ടുപേർക്കും അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെയൊന്നും ഭാരപ്പെടാൻ ഞങ്ങൾക്ക് ദൈവം അനുവദിച്ചില്ല. ആ തക്ക സമയമാകുമ്പോൾ കർത്താവ് തൻ്റെ വഴികൾ തുറന്നു, ഞങ്ങൾ ആഗ്രഹിക്കാത്ത വഴികൾ തുറന്ന ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ എപ്പോഴും പറയാം, കർത്താവ് ലോകത്തിൽ ഞാൻ ജോലി വേണ്ടാന്ന് വെച്ച് കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ ഇന്ന് വരെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും എൻ്റെ ദൈവം പ്രവർത്തിക്കാതിരുന്നിട്ടില്ല. തക്ക സമയത്തായിരിക്കും കർത്താവിൻ്റെ വഴി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ആരാണെങ്കിലും നമ്മൾ വിശ്വാസത്തോടെ മുന്നേറിയാൽ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. അവിടുത്തെ പക്കൽ ഒന്നിനും കുറവില്ല. ആ തക്ക സമയത്തിൻ്റെ ആവശ്യങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം തന്നാണ് എന്നെ ഇന്നയോളം നടത്തുന്നത്. ഏലിയാവിന്റെ കാക്ക ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതല്ല നമ്മൾ പാടുന്നത്, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നിൽ അന്യനല്ല, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. തീർച്ചയായിട്ടും കർത്താവ് മതിയായവനാണ്. ഞാനും അങ്ങനെ ഒരു വിശ്വാസത്തിലൂടെ പോകുന്ന വ്യക്തിയാണ്. എൻ്റെയും എല്ലാ കാര്യങ്ങളും ഇന്നുവരെയും കർത്താവ് നിവർത്തിച്ചു. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും അപ്രകാരമുള്ള ഒരു പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അനേക കാര്യങ്ങൾക്ക് അത് പ്രയോജനമായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. She gets 5 marks. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ഞാൻ പഠിച്ചത് ഒരു മിഷൻ സ്കൂളിലായിരുന്നു. അങ്ങനെ കൊടപ്പനക്കുന്ന് ലണ്ടൻ മിഷൻ സ്കൂളാണ്. അവിടെ വെച്ചാണ് ഞാൻ ബൈബിൾ ആദ്യമായിട്ട് ഞാൻ യേശുവിനെ പറ്റി കേൾക്കുന്നത്. എന്നെ പഠിപ്പിച്ചത് അവിടെയുള്ള ഹെഡ് മാസ്റ്ററാണ് എന്നെ പഠിപ്പിച്ചത്. അദ്ദേഹം എന്നോട് വളരെ സ്നേഹമായിരുന്നു. മറ്റുള്ള കുട്ടികളൊന്നും ഈ ബൈബിൾ ക്ലാസ്സിനൊന്നും പോകാതിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചില കൂട്ടുകാരുമായിട്ട് ഞങ്ങളെ എല്ലാ ദിവസവും ബൈബിൾ ക്ലാസ്സിന് പോകുമായിരുന്നു. അങ്ങനെ ബൈബിളിലെ കഥകൾ ഓരോന്നും കേൾക്കുമ്പോൾ ആദ്യമുള്ള പഴയ നിയമത്തിൽ ആദ്യ കഥകളെല്ലാം കേൾക്കുമ്പോൾ അടുത്ത ദിവസം അടുത്തത് കേൾക്കാനുള്ള നല്ല ആഗ്രഹത്തോടു കൂടി എല്ലാ ദിവസവും ഞങ്ങൾ അതിൽ പങ്കെടുക്കും. പിന്നെ അവിടെ ഒരു അസംബ്ലി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പഠിത്തം തുടങ്ങുന്നത്. അങ്ങനെ അവിടെ പഠിച്ച് SSLC പാസ്സാകുന്നത് വരെ ഞാൻ അവിടെ പഠിച്ച് യേശുവിനെക്കുറിച്ച് അറിയുവാനും എനിക്ക് പ്രസൻറ്റേഷനായിട്ട് ഒരു പുതിയ നിയമം സങ്കീർത്തനമുള്ള ഒരു പുസ്തകം എനിക്ക് കിട്ടിയിരുന്നു. അത് വെച്ച് വായിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എങ്കിലും എൻ്റെ ഭവനത്തിൽ ആരും വിശ്വാസത്തിലായില്ല. യേശുവിനെ പറ്റി അറിഞ്ഞുകൂടാ. എങ്കിലും എൻ്റെ ഇളയ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ യേശുവിനെ പറ്റി അവരോട് പറയുകയും ബൈബിള് വായിപ്പിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് 66 എൻ്റെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഹൈന്ദവ ആചാരപ്രകാരമുള്ള വിവാഹമാണ് എന്നെ കഴിഞ്ഞത്. അപ്പോൾ എന്നെ അങ്ങ് മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബമായിട്ട് പോവേണ്ടി വന്നു. ജോലി സംബന്ധമായിട്ട് കാര്യത്തിൽ ഞങ്ങൾ അവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും ഒരു പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ പറയും ബൈബിൾ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഡെലിവറിക്കായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഡെലിവറി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ട്രാൻസ്ഫറായി. കഴക്കൂട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുതിയ ബാങ്ക് ഓപ്പണായി. അങ്ങനെ അവിടെ ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ പോയി ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 6 മാസം വരെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കാണെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള സ്നേഹം ഉള്ളിൽ കിടക്കണം. ബൈബിള് ഉണ്ട്, വായിക്കുന്നുണ്ട്.
പക്ഷേ ഹസ്ബൻഡ് അങ്ങനെ ഈ യേശുവിനെ പറ്റിയൊന്നും അറിഞ്ഞും കൂടെ ഒന്നും അതിനെപ്പറ്റി ഒന്നും പറയുന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് യേശുവിനെ പ്രാർത്ഥിച്ച് നമുക്ക് കുടുംബജീവിതം നയിക്കാം, നമുക്കൊരു കുഞ്ഞായല്ല, ആ കുഞ്ഞിനെ ദൈവകൃപയിലൊക്കെ വളർത്തണം. അപ്പോൾ പറഞ്ഞ് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിച്ചോ, പക്ഷേ ഞാൻ ജനിച്ച സംസ്കാരത്തിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഹൈന്ദവരായിട്ട് ജീവിക്കാനായിട്ട് കുഞ്ഞിനെ നമുക്ക് അങ്ങനെ വളർത്താം. അപ്പം നിലവിളക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ തട്ടമെല്ലാം കൊണ്ടുവന്ന് അങ്ങനെ പൂജാവസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് അത് ദിവസവും സന്ധ്യയ്ക്ക് വിളക്കെല്ലാം കത്തിച്ച് ഈ കുഞ്ഞിനെ എൻ്റെ സഹോദരനെ അടുത്ത് വെച്ച് നാമം ജപിപ്പിക്കുകയും എല്ലാം ചെയ്ത് അങ്ങനെ വന്നു. അങ്ങനെ ഇരുന്നപ്പോൾ 6 മാസം ആയപ്പോൾ കുഞ്ഞിന് പെട്ടെന്ന് ഒരു അമീബിക് ഡിസെൻറ്ററി വന്ന് അങ്ങനെ വെറും ബ്ലഡ് മാത്രം അങ്ങനെ മോശം പോയിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ അതിനിടയ്ക്ക് ഒരു അമ്മ, ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചെട്ടിയാർ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന, രോഗസൗഖ്യത്തിൽ കൂടെ വിശ്വാസത്തിൽ വന്ന ഒരു അമ്മ അതുവഴിയെ സുവിശേഷം പറയാൻ പോയപ്പോൾ എൻ്റെ ഞങ്ങളെ വീട്ടിൽ റോഡ് അരിവായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ട്രാക്റ്റെല്ലാം തന്നു യേശുവിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് യേശുവിനെയാണ് വിശ്വാസം, എൻ്റെ ബൈബിളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ അമ്മ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾ കുടുംബമായിട്ട് വിശ്വാസത്തിൽ വരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് ഈ കുഞ്ഞിനിങ്ങനെ അസുഖം വന്ന്. അപ്പം അവർ പറഞ്ഞ് ഈ കുഞ്ഞിൻ്റെ അസുഖത്തിന് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും എന്ന് പറഞ്ഞ് അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ എന്നാൽ എൻ്റെ മോൾക്ക് സൗഖ്യം കിട്ടുമെങ്കിൽ ഞാൻ ഈ വിശ്വാസത്തിൽ വരും എന്ന് പറഞ്ഞ് ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ആ മരുന്നെല്ലാം മാറ്റിയിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് യാതൊരു അസുഖവും ഇല്ല. അടുത്ത ദിവസം ഞായറാഴ്ച ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ മർത്തോമ ചർച്ചിലാണ് ഞങ്ങൾ പോയത്. അവിടെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ച് അങ്ങനെ കുറച്ച് നാൾ ആരാധനയ്ക്ക് ഞായറാഴ്ച തോറും പൊയ്ക്കൊണ്ടിരുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞങ്ങൾ അപ്പം കുടുംബ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ തുടങ്ങി. ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും കുടുംബ പ്രാർത്ഥന നടത്തും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ മേൽ വളരെ ആത്മീയമായ ഭയങ്കര ഒരു ശക്തി വന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഇപ്പം പറഞ്ഞ് എനിക്കൊരു ആനയെ പിടിച്ച് കെട്ടുന്ന ശക്തിയുണ്ട്, നമുക്കിനി ഇത് കുടുംബമായിട്ട് നമുക്ക് ഈ സ്നാനപ്പെടണം എന്നിതൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിലും സ്നാനപ്പെട്ടില്ല അതുവരെ. അങ്ങനെ സ്നാനപ്പെടാനായിട്ട് ഉടനെ ആ നിമിഷം തന്നെ അവിടെ ചെന്ന് അമ്മച്ചിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ഈ സ്നാനപ്പെടണമെന്ന്. ഉടനെ തന്നെ അച്ഛനോട് ആ വിവരം അറിയിച്ചു. അച്ഛൻ ഞങ്ങൾക്ക് ആഴ്ചയോറും വന്ന് ക്ലാസ് എടുക്കുകയും അതിന് സ്നാനത്തിനുള്ള എല്ലാ ക്ലാസ്സും എല്ലാം എടുത്ത് ഞങ്ങൾ വീണ്ടും പോകാൻ ആയി. ആലയത്തിൽ ഞങ്ങൾ പോയി ഒടുവിൻ്റെ സ്നാനത്തിന് വേണ്ടി ഒരുങ്ങി. അപ്പോൾ ഈ മാർത്തോമയിൽ യൂഹാനാൻ മെത്രാപ്പൊലീത്തയും അലക്സാണ്ടർ മെത്രാപ്പൊലീത്തയും അവിടെ മണ്ണന്തല ഒരു തറക്കല്ലിടാനായിട്ട് വരെയായിരുന്നു. അപ്പോൾ അവരെ കൊണ്ട് നമുക്ക് സ്നാനം എടുപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ അവരോട് പറഞ്ഞു. ഞങ്ങളിങ്ങനെ സ്നാനത്തിനെല്ലാം ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞിങ്ങനെ 6 മാസമായ ഒരു കുഞ്ഞാണ്. അന്ന് 20 വയസ്സ് എനിക്കും എൻ്റെ ഹസ്ബൻഡിന് 26 വയസ്സും. അപ്പം വിവാഹ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ശുശ്രൂഷ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒന്നേന്ന് ഞങ്ങൾ പള്ളിയിൽ വെച്ച് ഒരു ക്രിസ്തീയ വിവാഹം നടക്കും പോലെ എല്ലാം നല്ല ഒരു വിവാഹം നടന്നു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ സ്നാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭവനത്തിലേക്ക് വന്ന് വളരെ സന്തോഷമായിട്ട് എല്ലാം പോയി. പക്ഷേ 4 വർഷം വരെ ഞങ്ങൾ ഒരുമിച്ച് ഈ മർത്തോമയിൽ പോയി. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് 3 മക്കളെ ദൈവം ദാനം ചെയ്തു, ഒരാണും 2 പെൺകുഞ്ഞുങ്ങളും. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് കഴിഞ്ഞപ്പോഴാണ് ചില ഫ്രണ്ട്സൊക്കെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ മാർഗത്തിൽ വന്നാൽ നമ്മളെ കുഞ്ഞുങ്ങളെല്ലാം ആരാണ് വിവാഹം കഴിക്കുന്നത്, അതുകൊണ്ട് നല്ല ആൾക്കാരൊന്നും ഇതിലില്ല എന്നെല്ലാം പറഞ്ഞു പിന്നെ പ്രബോധിപ്പിച്ചു. അങ്ങനെ അത് എന്നോട് വന്ന് പറയും. ഞാൻ പറഞ്ഞു അതൊക്കെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അതൊക്കെ ദൈവം അതിന് തക്കതായ തുണകളെ തന്നെ നമുക്ക് തരും, അതിനൊന്നും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി എന്നെല്ലാം പറഞ്ഞിട്ടും പുള്ളിക്ക് അത് എന്നെ മനസ്സിൽ കിടക്കുന്നു. പിന്നെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കില്ല, പിന്നെ ആലയത്തിൽ വരില്ല. അങ്ങനെ ആയി. പിന്നെ ഒറ്റയ്ക്കായി ഞാൻ 3 കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ആരാധനയ്ക്ക് വളരെ പ്രതികൂലത്തിൻ്റെ നടുവിൽ കൂടെ ഞാൻ വളരെ ത്യാഗം സഹിച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി. എങ്ങനെയും കുഞ്ഞുങ്ങളെ വിശ്വാസത്തെ വളർത്തുന്ന അവരെ രഹസ്യമായിട്ട് വീട്ടിലിരുത്തി വചനങ്ങൾ പഠിപ്പിക്കുകയും എല്ലാം ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങളെ അവരെ ബ്രെയിനൊന്നും വാഷ് ചെയ്യാൻ പോകണ്ട, അവർ ഞാൻ വളർന്ന എൻ്റെ സംസ്കാരത്തിൽ അവരെ വളർത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേക്ക് ഈ നിലവിളക്കെല്ലാം വിറ്റ് കളഞ്ഞ് എല്ലാം മാറ്റി വീട്ടിൽ നിന്ന്. നമ്മളിപ്പോൾ സത്യ ആരാധനയിലാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നെ വളരെയധികം പിന്നെ എന്നെ അടിക്കാനും പിന്നെ മദ്യപാനം തുടങ്ങി.
മദ്യപാനം തുടങ്ങി വീട്ടിൽ വന്നാൽ പിന്നെ വെറുതെ ഒരു കാര്യവും ഇല്ലാതെ തന്നെ പ്രാർത്ഥനയുടെ പേരും പറഞ്ഞ് ഭർത്താവിനെ അനുസരിക്കില്ല, നല്ല തെറ്റുകളും കുറ്റങ്ങളെല്ലാം ഓരോന്ന് കണ്ടുപിടിച്ച് എന്നെയും വളരെയധികം അടിക്കുകയും ഉപദ്രവിക്കുകയും എല്ലാം ചെയ്തെല്ലാം കണ്ട് കുഞ്ഞുങ്ങൾക്കും ഭയം ആയി. കുഞ്ഞുങ്ങളെ അടിക്കും, എന്നെ അടിക്കും, എല്ലാവരും അടിക്കും. അങ്ങനെ വീട്ടിൽ പിന്നീട് പറഞ്ഞു ഇനി. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 30 സെൻറ്റ് സ്ഥലവും വീടും എല്ലാം വാങ്ങി അവിടെ നല്ല എല്ലാ കാര്യവും പശു, പിന്നെ കോഴി, മുയൽ, കൃഷി വസ്തുക്കൾ എല്ലാം ആയി സന്തോഷമായി. അപ്പം ഫ്രണ്ട്സെല്ലാം പറഞ്ഞു കൊടുത്ത് ഈ സ്ഥലം വിറ്റിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ദൂരമായിട്ട് പോയാൽ നല്ല കൂടുതൽ സ്ഥലമൊക്കെ വാങ്ങി നല്ല നിലയിലാകാം എന്ന് പറഞ്ഞു. അത് കേട്ടും കൊണ്ട് പിന്നെ അവിടെ വിൽക്കണമെന്നുള്ള മനസ്സിലായി. പിന്നെ ഒന്നും കൃഷി ചെയ്യില്ല, ഒരു കാര്യവും ചെയ്യില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. ഞങ്ങളെ അടിയും ഇടിയും ഉപദ്രവവും വളരെയധികം. എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയോടും സഹോദരങ്ങളോടും എല്ലാം പറഞ്ഞ് എനിക്ക് പിന്നെ എന്നെ അനുസരിക്കില്ല, പ്രാർത്ഥനയാണ് കാര്യം, ഈ പ്രാർത്ഥന കാരണം കുടുംബത്തിന് സ്വസ്ഥതയില്ല എന്ന് എല്ലാം പറഞ്ഞു. എൻ്റെ അമ്മയ്ക്കെല്ലാം അറിയാം. കാരണം താലി മാല കൊണ്ടുവന്ന് വീട്ടിൽ കൊടുത്തിട്ടാണ് അത് കുരിശു മാല ആക്കി കൊണ്ടുവന്നതും എല്ലാം ചെയ്തതുകൊണ്ട് പറഞ്ഞു. അപ്പം പറഞ്ഞു നീയല്ലേ പറഞ്ഞ് അവരെ കൊണ്ട് ഇത് ആരാധനയ്ക്ക് പോകാൻ ഇടയായത്, പിന്നെ ഇനി കുറ്റം പറഞ്ഞ എന്തിനാണ്, ഇനി അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്ന്. എൻ്റെ അമ്മ ഹിന്ദു ആയിരുന്നെങ്കിലും യേശുവിനെ വിശ്വാസമുണ്ട്, പക്ഷേ വന്നിട്ടില്ലെന്നേ ഉള്ളൂ എല്ലാം പറഞ്ഞു കൊടുത്തു. എന്നാൽ അതൊന്നും കേൾക്കില്ല. പിന്നെ ഇല്ല ഇനി ഇത് പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ സ്ഥലം വിൽക്കണം, പിന്നെ വേദപുസ്തകം പിന്നെ വായിക്കാൻ സമ്മതിക്കില്ല, വേദപുസ്തകമൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അതെല്ലാം എല്ലാം കീറിക്കളയും. അങ്ങനെ കീറിക്കളയും. ഞാൻ എവിടെയെങ്കിലും വിറകിൻ്റെ അടിയിലും എല്ലാം കവറിൻ്റെ അകത്തൊക്കെ ഇട്ട് ബൈബിൾ കൊണ്ടൊന്ന് ഒളിച്ച് വെച്ച് ഞാൻ വായിക്കാൻ നോക്കും. കുഞ്ഞുങ്ങളെ വായിക്കാൻ സമ്മതിക്കില്ല, പള്ളിയിൽ പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ വളരെയധികം ഞങ്ങൾ പ്രതികൂലത്തിൽ കൂടെ കഷ്ടത്തിൽ കൂടെ ദൈവമക്കളെ പ്രാർത്ഥന അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം പറഞ്ഞ് ഞങ്ങളെ വീട്ടിലൊരു പ്രാർത്ഥന വയ്ക്കണമെന്ന് മർത്തോമേന്ന് ഒരു നോട്ടീസ് അടിച്ച് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അത് വലിച്ചേറി കളഞ്ഞിട്ട് പറഞ്ഞ് ഇവിടെ പ്രാർത്ഥനയൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ വരുമെന്ന് വൈകുന്നേരം പരസ്യയോഗം കളഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിൽ വരുമെന്ന് വന്ന് രാവിലെ തലേന്നേ പറഞ്ഞ് നോട്ടീസും കൊണ്ട് തന്നിരുന്നു. എന്നാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ ഈ വരുന്ന ദേവദാസന്മാർ ഈ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഇടയാക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉപവാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ശനിയാഴ്ച ദിവസം. അങ്ങനെ ഞാൻ 2:30 മണി വരെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗേറ്റ് പൂട്ടി താക്കോലും കൊണ്ടുപോയി വീട്ടിനകത്ത് കയറരുതെന്ന് പറഞ്ഞു. അങ്ങനെ വന്നവർ വരണേനും 2:30 മണിയായപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഒരു ട്യൂഷൻ സാറ് വരുമായിരുന്നു. സാറ് വീട്ടിൽ കയറി വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ എന്താണ്, എങ്ങനെയാണ് സാറ് വന്നതെന്ന്. അപ്പോൾ പറഞ്ഞു ഗേറ്റ് പൂട്ടിയിരുന്നതുപോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ നോക്കിയപ്പം തുറന്നു കിടക്കുന്നത് ഇങ്ങനെ വന്നു. അപ്പം 2:30 മണിക്ക് ഞാൻ ഇങ്ങനെ അന്നത്തെ ഒരു വാക്യം, അന്ന് പഠിച്ച വാക്യം, യഹോവയെ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകുമെന്ന് പറഞ്ഞ് ആ വചനം ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച എൻ്റെ ആഗ്രഹം ഇന്ന് വരുന്ന ദേവദാസന്മാർ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥന നടത്തണം. ദൈവം അത്ഭുതം, അനേക അത്ഭുതങ്ങളിൽ കൂടെയാണ് ഞങ്ങൾ നടന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. ഓരോ ദിവസവും ഓരോ വിധത്തിലുള്ള അത്ഭുതം പല ദിവസവും വരും. അന്ന് അവരെല്ലാം വന്ന് വൈകുന്നേരം വന്ന് ഞങ്ങളെ വീട്ടിൽ പ്രാർത്ഥന നടത്തുവാനും നല്ല അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ അതിലൊരു ദൈവദാസൻ പറഞ്ഞു, അദ്ദേഹം CSIയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പിന്നെ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടെന്നാൽ ഇത് ഞങ്ങൾക്ക് നേരിൽ കാണുവാനിടയായി തീർന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് അന്ന് ഞങ്ങളെ വീട്ടിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയും നടന്ന് എല്ലാവരും മടങ്ങി പോകാനിടയായി. അതിന് ശേഷമാണ് ഞങ്ങൾ സ്ഥലം വാങ്ങിയതും വീട് വെച്ചതും എല്ലാം. അവിടെ പോയ ശേഷവും ഞങ്ങൾക്ക് പ്രതികൂലം തന്നെ. ഞങ്ങളെ വീട്ടിൽ ആർക്കും പ്രാർത്ഥനയ്ക്ക് വന്നുകൂടാ, ആരും ഞങ്ങളെ കാണരുത്. അപ്പം പുള്ളി പറഞ്ഞു ഇനി ഈ നാട്ടിൽ കിടന്നാൽ ഈ വിശ്വാസത്തിൽ നിന്ന് മാറില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് എവിടെയെങ്കിലും വേറെ സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പിരപ്പംകോടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിരപ്പംകോടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് എഴുതി കൊടുത്ത് ട്രാൻസ്ഫർ കിട്ടി. ഇവിടെ വന്ന് സ്ഥലവും വീടൊക്കെ വാങ്ങി ഒരു വീട് വെമ്പായത്ത് വാങ്ങിച്ചു. അവിടെ ഞങ്ങൾ താമസം തുടങ്ങിയപ്പോൾ അവിടെ വെച്ച് ഒരു ദൈവദാസൻ ഞങ്ങളെ അന്വേഷിച്ച് വന്നു. അത് അറിഞ്ഞും കൊണ്ട് ഇവിടെയും അവരെല്ലാം വന്നാൽ ഇവിടെയും ഞാൻ വിൽക്കുമെന്ന് പറഞ്ഞ് വലിയൊരു വീടാണ് വെച്ചത്. ഞങ്ങൾ 1.5 വർഷം മാത്രമേ അവിടെ താമസിച്ചുള്ളൂ. അവിടെ നിന്ന് ഞങ്ങളെ വീട്ടിൽ മാറ്റിയിട്ട് ഞങ്ങളിവിടെ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം
അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് എനിക്ക് പുതിയ വീട് വേണ്ട, ഭയങ്കരമായ പൂജാരികളെ എല്ലാം ഇരുത്തി പാല് കാച്ചൊക്കെ നടത്തി ആണ് ഈ വീട് രണ്ടാമത്തെ വെച്ച വീട്ടിൽ താമസമായത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി പുതിയ വീട് വേണ്ട, ഒരു പഴയ വീട് മതി ദൈവമേ, ഞങ്ങൾക്ക് വയ്ക്കാത്ത വീട്, കുഴിക്കാത്ത കിണർ, നട്ടിട്ടില്ലാത്ത തൈകൾ, ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം ഞങ്ങൾക്കൊരു സ്ഥലവും വീടും തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ 1.5 മാസം ഞാൻ രാത്രി വരെയും ഉപവാസത്തോടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് നല്ലൊരു വീടും 31 സെൻറ്റ് സ്ഥലവും ആയിട്ട് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് 31 സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് വാങ്ങി. അവിടെ എല്ലാം ഞങ്ങൾ എന്തെല്ലാം വിട്ടിട്ട് വന്നോ അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. സകലതും വിവരിച്ച് പറയാൻ സമയമില്ല. അങ്ങനെ എല്ലാവിധ ഉണ്ടായിരുന്നു. പള്ളിയൊന്നുമില്ല, 4 ചുറ്റും ക്ഷേത്രങ്ങളാണ്. ഞങ്ങളെ ഈ വിശ്വാസത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് ഈ ക്ഷേത്രങ്ങളെ നടുവിൽ ഞങ്ങളെ കൊണ്ട് താമസിപ്പിച്ചത്. എന്നാൽ ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാനും എൻ്റെ മോളുമായിട്ട്, ഇളയ മകളുമായിട്ട് ഞങ്ങളിരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, കരഞ്ഞ് കണ്ണുനീരൊക്കെ. അപ്പോൾ TV എല്ലാം വാങ്ങിച്ചു വെച്ച ആൾക്കാരെല്ലാം വരും. അപ്പം ഞങ്ങൾ മോളെ ഗർഭിണിയായ ആ സമയം തൊട്ട് പിന്നെ സിനിമ കണ്ടിട്ടില്ല. എല്ലാ ലോകപ്രകാരമുള്ള എല്ലാം വിട്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയവരാണ്. എന്നിട്ട് സിനിമ കാണാൻ ഞങ്ങളെ കൊണ്ടുപോകാൻ നോക്കിയിട്ട് പറ്റാത്തതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ പല TV വാങ്ങിച്ചു വെച്ച്. അന്ന് ചുറ്റുപാട് ഒരു വീട്ടിലും TV ഇല്ലായിരുന്നു. ഞങ്ങളെ വീട്ടിൽ വന്ന് എല്ലാവരും കൂടെ സിനിമ തിയേറ്റർ പോലെ ഞങ്ങളെ വീട്ടിൽ സിനിമ കാണാനും വരും. സിനിമ ഇടുന്നതും TV അങ്ങ് പെട്ടെന്ന് ഓഫായി പോകും. അങ്ങനെ ആയപ്പോഴത്തേക്ക് TV സിനിമ കാണാൻ പറ്റാത്ത അവസ്ഥയിലായി തീർന്നു. ഞങ്ങളെ ആരെയും കാണിക്കാനും പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെയും വീണ്ടും ഞങ്ങൾക്ക് പീഡനങ്ങളും ഉപദ്രവങ്ങളും തന്നെ. ഞങ്ങൾ പലപ്പോഴും ഒരു കന്നാസ് മണ്ണെണ്ണയൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളെ ചുടാൻ വന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങളെ ചുടാൻ പറ്റിയില്ല. അതിനു പകരം വീട്ടിനകത്തുള്ള എല്ലാ ബെഡ്ഷീറ്റ്, തലേണ, സാരികൾ എല്ലാം വാരിയിട്ട് ചുടും. അതൊന്നും ആരും ഒറ്റ മനുഷ്യർ പോലും അറിയില്ല ലോകത്ത് എൻ്റെ വീട്ടിൽ നടക്കണ ഒറ്റ കാര്യങ്ങൾ. ഞങ്ങൾ കാണുന്നവരോടെല്ലാം യേശുവിനെ പറ്റി പറയും, സുവിശേഷം പറയും, എല്ലാവരോടും ഞാൻ പറയും. അങ്ങനെ എൻ്റെ മോളും ഞങ്ങൾ ഈ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഹൈന്ദവരാണെന്നാണ് ഈ നാട്ടുകാരെല്ലാവരും വിചാരിച്ചത്. പക്ഷേ ക്ഷേത്രത്തിൽ ഒരു വലിയ വാർപ്പ് പായസം വെച്ച് എല്ലാവർക്കും കൊടുത്തപ്പോൾ അതിനൊന്നും ഞങ്ങൾ പങ്കെടുത്തില്ല. ഞാനും എൻ്റെ മക്കളൊന്നും പോയില്ല. മോളെ കൊണ്ടുപോയി പായസം കൊണ്ടുവന്ന് ഞങ്ങളെ കഴിപ്പിക്കാൻ അങ്ങനെ പോയെങ്കിലും അതൊന്നും ഞങ്ങൾ കഴിച്ചില്ല. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്ന എല്ലായിടത്തും വിളയിലെറിയും. പിന്നെ ബൈബിൾ ഓരോന്ന് ഞാൻ വാങ്ങിക്കും, അത് ചുടും. വീണ്ടും ഒരു ബൈബിൾ വാങ്ങിക്കും, അതും ചുടും. 3 ബൈബിൾ ചുട്ട് അവസാനം എന്നെക്കൊണ്ട് ഒരു പേപ്പറിൽ എഴുതിപ്പിച്ചു. ഇനി ബൈബിൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ 3 കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് എന്നെ പുറത്താക്കുന്നു. ഇതിനിടയ്ക്ക് പലപ്പോഴും എന്നെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൻ്റെ നടയെ കൊണ്ടുവന്ന് ആക്കി ഉപേക്ഷിച്ചിട്ട് വരും. ഞാൻ പോരും എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി ഓടിങ്ങി എത്തും. അതിന് ഓരോ ദിവസവും ഞങ്ങൾ വയ്ക്കുന്ന ആഹാരങ്ങളൊന്നും ഞങ്ങളെ കഴിക്കാൻ സമ്മതിക്കില്ല. ഇടിയും ഉപദ്രവവും. അങ്ങനെ ഒടുവിൽ അവസാനം ബാങ്കിൽ നിന്ന് വോളണ്ടറി വാങ്ങിക്കാനായിട്ടിരുന്നു. അതിന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളെ പാസ്റ്ററോടും പറഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ അത് മാനേജർ കൊടുത്തില്ല, അപേക്ഷ കൊടുത്തില്ല. ഒടുവിൽ അവസാനം വോളണ്ടറി റിട്ടയർമെൻറ്റിനുള്ള അപേക്ഷ കൊടുക്കാത്തതുകൊണ്ട് പിന്നെ അവിടെ തന്നെ ജോലി തുടർന്നേണ്ടി വന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെ ഇട്ടിട്ട് ശേഷാറിൻ്റെ വീട്ടിലൊക്കെ 1.5 വർഷം വരെ പോയി, ഞങ്ങൾക്കൊന്നും തന്നില്ല. ഇതിനിടയിൽ കൂടെ തന്നെ എൻ്റെ മോളെ വിവാഹം നടന്നു. ഒരു പാസ്റ്ററെ കൊണ്ട് വിവാഹം നടക്കാൻ അനുവാദത്തോടു കൂടി. അതിനിടയ്ക്ക് എനിക്ക് സ്നാനപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ രഹസ്യമായിട്ട് ഈ അമ്മയുടെ വീട്ടിൽ അവരൊക്കെ ബന്ധക്കോസായി. അങ്ങനെ അവരെ വീട്ടിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. അപ്പം ഈ ISR ജോലിയുള്ള KM ജോർജ് എന്ന് പറഞ്ഞ ദേവദാസൻ ഇപ്പോൾ അമേരിക്കയിലാണ്. അദ്ദേഹം വന്ന് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിൽ പോകും. അപ്പോൾ സ്നാനപ്പെടാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വിടുകയും ചെയ്യും. ആ അമ്മച്ചിയുടെ വീട്ടിൽ പ്രാർത്ഥന 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പോയി പ്രാർത്ഥനയ്ക്ക് ഞാനും കുഞ്ഞുങ്ങളും കൂടെ പോയി. അപ്പോൾ എന്നെ വിട്ട്. അപ്പം പപ്പ അവിടെ വിടുന്ന കാര്യം ദൂരെയൊക്കെ ഈ കമ്പം കാണാനൊക്കെ പോകും. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ വിടും. അങ്ങനെ അവിടെ 7 ദിവസത്തെ ഉപവാസത്തെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞിട്ട് സ്നാനം PC മാസ്റ്റർ എന്ന് പറഞ്ഞ ദേവദാസൻ സ്നാനപ്പെടുത്തുന്നു. അങ്ങനെ സ്നാനപ്പെടാൻ എനിക്കിടയായി. അങ്ങനെ ഭർത്താവ് വിശ്വാസത്തിൽ വന്ന് ഞങ്ങളെല്ലാവരും കുടുംബമായിട്ട് മാനസാന്തരപ്പെട്ടു. ഒരു ആക്സിഡൻറ്റിൽ കൂടെ എൻ്റെ മരുമോനെ അമേരിക്കയെ കൊണ്ടുപോകാനായിട്ട് പോയ വഴിക്ക് വട്ടപ്പാറ വെച്ച് ഈ വണ്ടി മറിഞ്ഞ് ആ ഡ്രൈവർ ഉറങ്ങിപ്പോയി. അങ്ങനെ അങ്ങ് കൊക്കയിലേക്ക് പോകാനുള്ളതായിരുന്നു. അങ്ങനെ പറന്ന് പോയി ഒരു തിരണയിൽ ചെന്ന് ഒരു പപ്പായ മരത്തിൽ തട്ടി എൻ്റെ ഹസ്ബൻഡ് അവിടെ കിടന്നു.
അങ്ങനെ അവിടെ നിന്ന് വന്ന് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇനി യേശുവിനെ എന്നെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയിൽ അതിന് ശേഷം വന്ന് സ്നാനപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് ഞങ്ങൾ എല്ലാവരും സ്നാനപ്പെടുവാനിടയായിത്തീർന്ന് ഞങ്ങൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ കൂടി തന്നെ എൻ്റെ പ്രിയപ്പെട്ടവൻ ഈ ലോകത്ത് നിന്ന് കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തുവാനൊക്കെ ഇടയായിത്തീർന്ന് ഇപ്പോഴും വളരെ സമാധാനത്തോടെ കഴിയുന്നു ഞങ്ങൾ. ശരി, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ഇത് മാതൃകയാകട്ടെ. ഷീ ഗെറ്റ്സ് 5 marks. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എനിക്ക് മാതാവും പിതാവും ഒരു സഹോദരിയുമുണ്ട്. എൻ്റെ പപ്പ ഒരു പാസ്റ്ററായിരുന്നു. ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അതുപോലെ തന്നെ എൻ്റെ 17ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതനുസരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നതായ സാഹചര്യമായിരുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം ഞാൻ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിലേക്ക് കടന്നുപോയി. അവിടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. അതെൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യപദവിയായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. അതുപോലെ തന്നെ അത് 2002 എൻ്റെ വിവാഹം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവദാസനെയാണ് ദൈവം എനിക്ക് തുണയായി നൽകി തരുവാൻ ഇടയായി തീർന്നത്. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഉത്സാഹത്തോടെ ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. അതായത് ഞാൻ ആ വിവാഹം കഴിഞ്ഞ് ആ ഒരു പ്രവർത്തന സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ സൺഡേ സ്കൂൾ പഠിക്കാൻ വേണ്ടി മാത്രം 67 കുട്ടികളുണ്ടായിരുന്നു. ഇതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കുട്ടികളുടെ ഇടയിലെ പ്രവർത്തനം എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാനും വളരെ ഉത്സാഹത്തോടു കൂടെ പ്രവർത്തിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ ദേശത്ത് പ്രവർത്തിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒത്തിരി പേര് രക്ഷിക്കപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയായി. അങ്ങനെ ആ ദേശത്ത് അല്പം വസ്തു വാങ്ങി ഒരു ആലയം പണിയണമെന്ന ആഗ്രഹം മനസ്സിൽ വരികയും അങ്ങനെ അപ്രകാരം കുറച്ച് വസ്തു വാങ്ങി ആലയം പണിയുവാൻ ഇടയായി തീർന്നു. പക്ഷേ ആ ഞങ്ങൾ പണിതതായ ആലയത്തിൽ ഇരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം ആൾക്കാരെ കൊണ്ട് നിറയുവാൻ ഇടയായി. ആലയം നിറഞ്ഞു കവിയുന്ന ഒരനുഭവമായിരുന്നു. ആ സാഹചര്യത്തിൽ തന്നെ ദേശത്തിൽ നിന്ന് ചില വ്യക്തികൾ ദൈവസന്നിധിയിലേക്ക്, ദേശത്തിലെ പ്രമുഖരായ ചില വ്യക്തികൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. ഈ ഒരവസ്ഥ കടന്നു വന്നപ്പോഴത്തേക്കും ദേശത്തിൽ നിന്ന് പ്രതികൂലം ഞങ്ങൾക്ക് കടന്നു വന്നു. ദേശത്തിലെ ചില വ്യക്തികൾ ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തു. അങ്ങനെ ആ കേസിൻ്റെ പിറകാലെ ഞങ്ങൾ ഒത്തിരി നാളുകൾ കടന്നുപോയി, ഒത്തിരി കാശ് അതിനുവേണ്ടി ചിലവാക്കി. ഹൈക്കോടതി വരെയും കേസ് കൊണ്ടെത്തിച്ചു. എങ്കിൽ തന്നെയും ആരാധനയ്ക്കുള്ള പെർമിഷൻ ലഭിച്ചില്ല. അവസാനം ആരാധന നിങ്ങൾ നടത്തിക്കൊള്ളാൻ താൽക്കാലികത്തേക്ക് ഒരു പെർമിഷൻ ഞങ്ങൾക്ക് നൽകി. അങ്ങനെ അതുമായിട്ട് ഞങ്ങൾ ആരാധന നടത്താൻ വേണ്ടിയിട്ട് കടന്നു വന്നപ്പോഴത്തേക്കും വീണ്ടും കലുഷിതമായ അന്തരീക്ഷമായി ഭയങ്കര പ്രശ്നം, അടിക്കാനൊക്കെ വന്നു. അങ്ങനെ ഭയങ്കര വിഷയങ്ങളായി. ഞങ്ങൾക്ക് ആ ദേശത്ത് നിൽക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ് സംജാതമായത്. എന്നാൽ ആ സാഹചര്യത്തിൽ പോലീസിൻ്റെ പ്രൊട്ടക്ഷനിൽ 1 മാസത്തോളം ഞങ്ങൾ അവിടെ ആയിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് അവിടെ നിൽക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു. എന്നാൽ ഈ സമയത്ത് ഞങ്ങളുടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ആരാധന ആവശ്യമായിരുന്നു. അങ്ങനെ പല വീടുകളിലും ഞങ്ങൾ പോയിരുന്ന് ആരാധിക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ അവിടെ നിന്നൊക്കെ ഞങ്ങൾ വിരട്ടി ഓടിക്കുന്ന ഒരനുഭവമായിരുന്നു. അങ്ങനെ തുടരുന്നതായിട്ടുള്ള നാളുകളിൽ ഞങ്ങളുടെ അടുത്ത ഒരു ചർച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അവർ ഞങ്ങളോട് വന്ന് അറിയിക്കുകയും ഞങ്ങൾ ആദ്യത്തെ സ്ഥലം വിറ്റിട്ട് രണ്ടാമത് ആ ചർച്ച് വാങ്ങുവാനിടയായി. അങ്ങനെ ആ ചർച്ചിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ദേവദാസൻ പെട്ടെന്ന് രോഗിയായി മാറ്റപ്പെട്ടു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഞങ്ങളായിത്തീർന്നു. ചർച്ചിൻ്റെ പണികളൊക്കെ ഇതിനോടകം നടക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ദേവദാസൻ 1 മാസം 1.5 മാസമൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന അനുഭവം. മെഡിക്കൽ കോളേജിൽ തന്നെയാണ് കൂടുതൽ നാളും അഡ്മിറ്റായി കിടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് വീട്ടിൽ വരും. 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും പനിയാകും, വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകും. ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി കടബാധ്യതയിൽ അകപ്പെട്ടു. പിന്നെ കടം തരാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ കെയർ ഓഫിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ് പേവാർഡെല്ലാം അനുവദിച്ചു തന്നു. എന്നാൽ ചർച്ചിൻ്റെ പണികളെല്ലാം ഈ സമയത്ത് തീർത്ത് ചർച്ചിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് 2013 മാർച്ച് 19 അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണവും ചെയ്ത് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തു. അങ്ങനെ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരുന്ന നിമിഷം ദേവദാസൻ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUവിലാണ് അഡ്മിറ്റായത്. പല പ്രാവശ്യം ICUവിൽ അഡ്മിറ്റായി എങ്കിൽ തന്നെയും അവിടെ നിന്ന് തിരിച്ചു വരാൻ സാധിച്ചു. എന്നാലും ആ പ്രാവശ്യം അഡ്മിറ്റായ സാഹചര്യത്തിൽ തൻ്റെ നില വളരെയധികം അപകടാവസ്ഥയിലായിരുന്നു. എന്നാൽ ഉദ്ഘാടനം നടക്കുന്ന ആ ദിവസം ഹോസ്പിറ്റലിലായതുകൊണ്ട് സുഖമായി വീട്ടിൽ വന്നതിന് ശേഷം ഉദ്ഘാടനം നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. അങ്ങനെ ഉദ്ഘാടനം നടക്കുന്ന ദിവസവും ആ രോഗത്തിൻ്റെ അവസ്ഥയിൽ മല്ലുപിടിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ദേവദാസൻ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഉദ്ഘാടനം നടക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് ആ പുതിയ സഭാകളിലേക്ക് ദേവദാസൻ്റെ ചേതനയേറ്റ ശരീരമാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്.
എന്നാൽ അവിടെ വെച്ചാണ് തൻ്റെ മരണാനന്തര ശുശ്രൂഷകളൊക്കെ നടത്തിയത്. ഈ ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ഇന്നും ഞങ്ങൾക്കത് ചിന്തിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ വചനത്തിലൂടെയും അതുപോലെ ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ചും ദൈവികമാവുന്ന ദർശനങ്ങൾ നൽകിയൊക്കെ ഞങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്നും ദൈവം എനിക്ക് നൽകി തരുന്ന അവസരങ്ങൾ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ സന്നദ്ധയായിരിക്കുന്നു. എനിക്ക് ലഭിക്കുന്ന ഒരവസരം പോലും നഷ്ടപ്പെടുത്താതെ വണ്ണം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ഫാസ്റ്റിംഗ് പ്രയറുകളിൽ, അതുപോലെ ലേഡീസ് മീറ്റിംഗ്, ലേഡീസ് ക്യാമ്പ്, അതുപോലെ യൂത്ത് ക്യാമ്പിലൊക്കെ പോയി ദൈവവചനം സംസാരിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകി തരുന്നുണ്ട്. അതുപോലെ VBS മിനിസ്ട്രിയിൽ ദൈവം എന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. VBS എന്ന് പറയുമ്പോൾ, അതായത് കൊച്ചുകുട്ടികളുടെ ഇടയിലെ പ്രവർത്തനം എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ മൈൻഡൊന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മിനിസ്ട്രിയിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചത്. എന്നാൽ ഇന്ന് അനേകം ചർച്ചകൾ കടന്നുപോയി VBS പഠിപ്പിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി തരുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഒപ്പമുണ്ടാകും. അതുപോലെ മൂത്ത മകൾക്ക് ഒരു അഡ്മിഷന് വേണ്ടി ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചു. അവൾക്കൊരു മിഷണറി ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രകാരം ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവൾക്ക് ദൈവം ഒരു അഡ്മിഷൻ കൊടുത്തു. തിരുവനന്തപുരത്ത് ശ്രീ വിദ്യാധിരാജ ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ BHMS എന്ന കോഴ്സിന് സെക്കൻഡ് ഇയറിന് അവൾ പഠിച്ചുകൊണ്ടേ ആയിരിക്കുന്നു. ഇളയ മകൾ +2 എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കുന്നു. ഞാനും എൻ്റെ മക്കളും ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, ജീവിക്കുന്ന നാൾ മുഴുവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നിരുന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ കടന്നു വന്നാലും, ഏത് പ്രതികൂല സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിരുന്നാലും നമ്മെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെതാകുന്ന പ്ലാനിനനുസരിച്ച് നമ്മെ നയിക്കുവാൻ, ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മെ നയിക്കുവാൻ ദൈവം നമ്മെ കരം പിടിച്ച് നടത്തും. അന്ന് 9ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെ നോക്കി ഞാൻ ചിന്തിച്ചു, എങ്ങനെ എൻ്റെ മക്കളെ വളർത്തും. പക്ഷേ ഇന്ന് ഇത്രത്തോളം വന്ന് നിൽക്കുമ്പോൾ എങ്ങനെ ഇതുവരെ എത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവം കരം പിടിച്ച് നടത്തിയെന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇനിയും ജീവിക്കുന്ന നാൾ മുഴുവൻ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ സാക്ഷിയായി ദൈവം ആയുസ് നൽകുന്ന കാലം മുഴുവൻ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായിട്ടും. ഷെറിൻ വർഗീസ്, അന്ന് നിങ്ങൾ പണിത ദേവാലയം ഇപ്പോൾ എങ്ങനെയാണ്? ആദ്യത്തേത് വിറ്റിട്ടാണ് രണ്ടാമത്തെ വാങ്ങുന്നത്. അതിപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഉണ്ട്. അദ്ദേഹം തന്നെയാണല്ലോ പണിയിപ്പിച്ചത്? അതെ, അദ്ദേഹം തന്നെയാണ് പണിയിപ്പിച്ചത്. അതുകൊണ്ട് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സംഘടനയാണ് അങ്ങനെ പപ്പയ്ക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കൊടുത്തു. ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് പപ്പയ്ക്ക് ട്രാൻസ്ഫർ കൊടുത്തു. പപ്പയാണ് ഇപ്പൊ അവിടെ ശുശ്രൂഷിക്കുന്നത്. അതപ്പോൾ ചർച്ച് ഓഫ് ഗോഡിന്റേതായിട്ടുള്ള കെട്ടിടമായിരുന്നു അത്? അത് ആദ്യം ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി പണികളെല്ലാം ചെയ്തത് ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം കൂടെ ചേർന്നാണ്. നന്നായിട്ട് ചർച്ചുണ്ട്. നല്ല രീതിയിൽ പണിതെടുക്കാനും അങ്ങനെ ഉദ്ഘാടനം മാത്രം നമുക്ക് ആ ഒരു രീതിയിൽ ചേട്ടായി ഒരുപാട് ആഗ്രഹിച്ചു. തൻ്റെ ആഗ്രഹം മുഴുവൻ അതായിരുന്നു. ചർച്ചിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് അതിൽ ശുശ്രൂഷ നടത്തണമെന്നുള്ളത് ആഗ്രഹമായിരുന്നു. പണിയൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് നിന്ന സമയത്ത് തന്നെ ചേട്ടായി ചർച്ചിലേക്ക് കടന്നു വന്നു. അന്ന് എല്ലാ ആഴ്ചയിലും കടന്നു പോകാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചേർന്നാണ് ആരാധനയൊക്കെ നടത്തുന്നത്. ആ സമയത്ത് തന്നെ ചേട്ടായി അതിൻ്റെ ഒരു കോണിൽ ചെന്ന് ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടു. പക്ഷേ അത് ഉള്ളിൽ നിന്ന് ദൈവസന്നിധിയിലുള്ള ആ ഒരു ഇതായിരുന്നു. പക്ഷേ ഉദ്ഘാടനം കാണണം എന്നുള്ളത് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു. അത് മാത്രം സാധിക്കാതെ പോയി. ദൈവത്തിന്റെ ഇഷ്ടം. അതെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ. 5 marks ഫോർ ഷെറിൻ വർഗീസ്. എൻ്റെ പേര് അക്സ. ഞാനൊരു ഹൈന്ദവ മാർഗത്തിൽ നിന്നാണ് ഞങ്ങൾ കുടുംബമായിട്ട് വിശ്വാസത്തിൽ വന്നത്. എൻ്റെ പിതാവാണ് ആദ്യമായിട്ട് ഈ രക്ഷയുടെ സന്തോഷം മനസ്സിലാക്കി ഇതിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ പിതാവ് എന്നെയും കൂടെ ചർച്ചയിൽ കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അമ്മ അങ്ങനെ ആരാധനയ്ക്കൊന്നും പോകുന്ന ആളല്ലായിരുന്നു, എതിർപ്പായിരുന്നു ആ സമയത്തൊക്കെ. വളരെയധികം എതിർപ്പായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ പിതാവ് ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കാനായിട്ട്. പക്ഷേ എന്നെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകായിരുന്നു. അതിന് അമ്മയ്ക്ക് തടസ്സമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവവചനം പഠിക്കുന്നതിനും അങ്ങനെ ആത്മീയ ആരാധനയ്ക്ക് കടന്നു പോകുന്നതിനും ഒക്കെ എനിക്ക് ഭയങ്കര താല്പര്യവും സന്തോഷമായിരുന്നു. പിന്നത്തേതിൽ അമ്മ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമെങ്കിലും സ്നാനപ്പെടുന്നതിന് എതിർപ്പായിരുന്നു. പക്ഷേ ഒരു സാഹചര്യം വന്നപ്പോൾ കർത്താവ് ഒരു സ്നാനം കാണാനായിട്ട് കടന്നു പോയതാണ്. പക്ഷെ അവിടെ വെച്ചിട്ട് കർത്താവിൻ്റെ ദാസൻ ലാസ്റ്റിൽ ആരെങ്കിലും ഇനി ദൈവാത്മാവ് തോന്നിപ്പിച്ചിട്ട് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് അമ്മ തന്നെത്താൻ ദൈവസന്നിധി സമർപ്പിച്ച് വേറൊരു ആൻറ്റിയുടെ ഡ്രസ്സ് മേടിച്ച് അന്നേരം തന്നെ സ്നാനപ്പെട്ട് അങ്ങനെ കൂടെ ഇറങ്ങിയതാണ്. ഇന്ന്
എനിക്ക് തോന്നുന്നു വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ വേലയിൽ അവർ രണ്ടുപേരും ആയിരിക്കുന്നു. ഞങ്ങൾ 2 പെൺമക്കളാണ്. ഞങ്ങൾ കർത്താവിൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാനും ഞങ്ങളുടെ സ്കൂളിലെ കാര്യങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ അത്രയും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അങ്ങനെ സ്കൂളിൽ പഠിക്കുന്നുണ്ടോ പഠിക്കുക എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ ശനിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ പിറ്റേന്നത്തെ സൺഡേ സ്കൂളിലുള്ള കാര്യങ്ങൾ കൃത്യമായും അത് പഠിച്ചിരിക്കണം. ഇന്നും ഇത്രയും മുതിർന്നിട്ടും ഞങ്ങളോട് ഇപ്പോഴും വചനം പഠിക്കുന്നതിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉത്സാഹത്തോടെ പറഞ്ഞു വിടുന്നതിനും ഞങ്ങളുടെ മാതാപിതാക്കൾ ഭയങ്കര ഇപ്പോഴും ആ ഉത്സാഹം ദൈവം അവരുടെ ഉള്ളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതേ നിലയിൽ തന്നെ ഞങ്ങളും വളർന്നു വന്നു. പിന്നത്തേതിൽ കർത്താവിൻ്റെ വേലയ്ക്കുള്ളതാണെന്ന് എനിക്ക് ദൈവാത്മാവ് എന്നെ തന്നെ ആ ഒരു പ്രേരണ എൻ്റെ ഉള്ളിൽ തന്നതുകൊണ്ടും ദൈവദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പിച്ചതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. എൻ്റെ +2 പഠനത്തിന് ശേഷം മണക്കാലയിലുള്ള ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ 2 വർഷം കർത്താവിൻ്റെ വചനം പഠിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അവിടെ നിൽക്കാൻ പറ്റുന്ന അല്ലാത്ത സാഹചര്യം ഒത്തിരി മുമ്പിൽ വന്നെങ്കിലും ദൈവത്തിൻ്റെ ആ ഒരു പ്രേരണ പ്രകാരം കടന്നുപോയത് കൊണ്ട് തന്നെ കർത്താവ് എന്നെ നിലനിർത്തി. അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഗ്രാജുവേഷൻ ദൈവം എനിക്ക് തന്നു. അതേ തുടർന്ന് വിവാഹം നടന്നു. ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യണം. 2 പേർക്കും അത് തന്നെയാണ് ആഗ്രഹവും ദൈവത്തിൻ്റെ ശബ്ദവും അത് തന്നെയാണ്. ഞങ്ങൾ ഏകദേശം 10 വർഷത്തോളം ഞങ്ങൾക്ക് തലമുറയില്ലായിരുന്നു. എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് തമ്മിൽ അതിലൊരു പ്രയാസം ഉള്ളിലുണ്ടെങ്കിൽ തന്നെയും ഒരു പെറുപെറുപ്പോ പ്രയാസമോ ഒന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഉള്ളിൽ ആദ്യം മുതൽ തന്നെ ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു, ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണ്ട, ദൈവം ഞങ്ങൾക്ക് എപ്പോഴാണോ കുഞ്ഞിനെ തരുന്നത് ആ സമയത്തേക്ക് മതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ 2 പേരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നു. പലപ്പോഴും എല്ലാവർക്കും അറിയാമല്ലോ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പ്രയാസം എത്രമാത്രമായിരിക്കുമെന്ന്. പക്ഷേ ദൈവസന്നിധിയിൽ എപ്പോഴൊക്കെ ഞങ്ങൾ ഉള്ളിൽ അത്രയും ഭാരപ്പെട്ട് എന്തെങ്കിലും വാക്കുകളുടെ മുമ്പിലോ അല്ലെങ്കിൽ ഒത്തിരി പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആ നിമിഷത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങളെ കറക്റ്റ് കർത്താവ് കേൾപ്പിക്കുമായിരുന്നു. ഒന്നുകിൽ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുമ്പോൾ ആ പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ ദൈവശബ്ദം ദൈവദാസന്മാരിലൂടെ കേൾപ്പിക്കും, അല്ലെ ചിലപ്പോൾ പാട്ടുകളിലൂടെ ആയിരിക്കും, അല്ലെ വചനത്തിലൂടെ ആയിരിക്കും. ദൈവം ആ തക്ക സമയങ്ങളിൽ, അതായത് നമ്മൾ ഭാരപ്പെട്ട് അതിൽ തകർന്നു പോകാതെ ഞങ്ങൾ എടുത്ത ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കർത്താവ് ഞങ്ങളെ അത്രത്തോളം ബലപ്പെടുത്തി. 10ാമത്തെ വർഷമാണ് കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ ദാനമായിട്ട് തന്നു. ഇപ്പോൾ അവന് 4 വയസ്സുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കുഞ്ഞിനെ വളർത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ കടന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു പേടി എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴൊക്കെ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തരുന്നോ അതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഭർത്താവ് ഇപ്പോഴും ഗുജറാത്തിൻ്റെ പ്രദേശത്തിൽ ജോലിയോട് ബന്ധത്തിലായിരിക്കുന്നു. എപ്പോഴാണോ കർത്താവ് ഞങ്ങളെ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പുറത്തിറക്കുന്നത് ആ സമയത്തേക്ക് ഞങ്ങൾ തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കർത്താവിന് വേണ്ടി എൻ്റെ ചർച്ചകളിലും അതുപോലെ എനിക്ക് പറ്റുന്ന അവസരങ്ങളിലൊക്കെ കർത്താവിൻ്റെ വചനം സംസാരിക്കാനൊക്കെ അവസരം തരുന്ന അവസരങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ആ രീതിയിൽ കർത്താവിനെ ഉയർത്താറുണ്ട്. ഇനി മുന്നോട്ടും ദൈവം എന്താണോ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇങ്ങനൊരു അവസരം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷവതിയാണ്. ഇനിയും അനേകർക്ക് ഈ പ്രോഗ്രാമിലൂടെ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എത്രയും പെട്ടെന്ന് ദൈവവേലയ്ക്ക് വേണ്ടി 2 പേരും ഇറങ്ങിത്തിരിക്കാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. ഗുജറാത്തിൽ നിന്നൊക്കെ പുറത്തു വന്ന് കുടുംബമായിട്ട് അതൊരു സമർപ്പണമാണല്ലോ, ആ സമർപ്പണം പൂർത്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. റൈറ്റ്. Aksa Vinoy also gets 5 marks. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ക്രൈസ്തവ ലോകത്തിന് സമ്മാനിക്കുന്ന 31ാമത് ഗാനസമാഹാരം. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. സർവശക്തൻ സർവാധിപൻ സർവസൃഷ്ടിതാവാണെന്റെ ദൈവം. സർവശക്തൻ സർവാധിപൻ സർവസൃഷ്ടിതാവാണെന്റെ ദൈവം. സർവരക്ഷകൻ സർവേശ്വരൻ യഹോവയാം എന്റെ ദൈവം. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. എന്റെ ദൈവം. കോപ്പികൾക്ക് വേർഡ് മെലഡി വേൾഡ്, വെമ്പായം, ട്രിവാൻഡ്രം. ലാസ്റ്റ് റൗണ്ടാണ് റാപ്പിഡ് റീഡിംഗ് റൗണ്ട്. ആദ്യമേ വായിക്കുന്നവർക്കായിരിക്കും
സമ്മാനം 2 മാർക്ക്, അത്രയേ ഉള്ളൂ. തെറ്റായിട്ട് വായിച്ചാൽ 1 മാർക്ക്, -1 മാർക്ക്. ഓക്കെ, റെഡിയാണോ? ബൈബിൾ അടച്ചു വെച്ചേക്ക്. തുടങ്ങട്ടെ. ഇയ്യോബ് 32:9. പ്രായമായവരെല്ലാം ജ്ഞാനികളല്ല, വൃദ്ധന്മാർ ന്യായവിധി മനസ്സിലാക്കണമെന്നുമില്ല. റൈറ്റ്, വളരെ ശരിയായ ഭാഗമാണ്. അക്സ ബിനോയ് ഗെറ്റ്സ് 2 മാർക്സ്. അടുത്ത ഭാഗം. റൈറ്റ്, ക്ലോസ് യുവർ ബൈബിൾസ്. ദാനിയേൽ 2:27. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത് രാജാവ് ചോദിച്ച രഹസ്യകാര്യം രാജാവിനെ അറിയിക്കുവാൻ വിദ്വാൻമാർക്കും ആഭിചാരന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും കഴിയുന്നതല്ല. റൈറ്റ്, എക്സാക്ട്ലി ദ സെയിം റീഡിംഗ്. അക്സ ബിനോയ് ഗെറ്റ്സ് അനദർ 2 മാർക്സ്. 2 മാർക്ക് അക്സ ബിനോയ്. റൈറ്റ്, മൂന്നാമത്തെ വായന. 1 കൊരിന്ത്യർ 12:27. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളും ആകുന്നു. ശരിയായ വായനയാണ്. അക്സ ബിനോയ് ഗെറ്റ്സ് 2 more marks. അവസാനത്തെ വായന. തീത്തോസ് 1:16. അവർ ദൈവത്തെ അറിയുന്നുവെന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. അവർ വെറുക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു സൽപ്രവൃത്തിക്കും കൊള്ളരാത്തവരുമാവുന്നു. പ്രൈസ് ദി ലോർഡ്. കൃത്യമായ വായനയാണ്. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. ഇപ്പോൾ ജഡ്ജസ് അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള സഹോദരങ്ങളുടെ പേര് അനൗൺസ് ചെയ്യുന്നതാണ്. First prize goes to Mrs. Aksa Vinoy. വെരി ഗുഡ്. And second place to 2 people, Philomena and Rebecca John. ഫിലോമിന ആൻഡ് റെബേക്ക ജോണിന് ആണ് ഒരു ടൈ ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരാൾക്ക് മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് വരാൻ സാധ്യമാകുകയുള്ളൂ. അടുത്ത റൗണ്ടിലേക്ക് വരാൻ 2 പേർക്കും താല്പര്യമുണ്ടല്ലോ അല്ലേ? ഉണ്ടോ ആൻറ്റി? താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ബോംബിടാൻ പോവുകയാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേൾക്കുമ്പോൾ ഉത്തരം അറിയാമെങ്കിൽ ഉടനടി ആ ബസറിൽ ഞെക്കുക. കൈ ബസറിൽ തന്നെ ഇരിക്കണം. ഉത്തരം വായിക്കുന്ന അറിയാമെങ്കിൽ ഉടനെ ഞെക്കിയേക്കണം. അപ്പോൾ അവിടെ ലൈറ്റ് കത്തും. ആ ആളിനായിരിക്കും മറുപടി പറയാൻ. കറക്റ്റ്, അത് മനസ്സിലായല്ലോ? പ്രാർത്ഥനകൾ തൻ്റെ സന്നിധിയിൽ വരാത്ത വിധം ദൈവം എന്തുകൊണ്ടാണ് സ്വയം മറച്ചത്? പറഞ്ഞാട്ടെ ആൻറ്റി, പറഞ്ഞാട്ടെ, മറുപടി പറ. ഉത്തരമില്ലേ? ഉത്തരം അറിയാമെങ്കിലേ പ്രശ്നമാവും. ഉത്തരം അറിയാമോ? ഇല്ല. ഇദ്ദേഹത്തിന് അറിയാമോ? ഇല്ല, 2 പേർക്കും ഇല്ല. ശരി, ഒരവസരം കൂടെ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, പെട്ടെന്ന് പ്രസ് ചെയ്യണം. ഓൾറൈറ്റ്. യിരെമ്യാ പ്രവാചകന്റെ ജന്മസ്ഥലം ഏതായിരുന്നു? എന്തോ എന്താ പറഞ്ഞേ? അതായതല്ലേ ശരിയായ ഉത്തരം? അനാഥോത്ത്. യിരെമ്യാ പ്രവാചകൻ 1 അധ്യായം. അപ്പോൾ ഫിലോമിന ഗോസ് ടു ദ സെക്കൻഡ് റൗണ്ട്. ഓൾറൈറ്റ്, അനാഥോത്ത്. ഓക്കെ. First prize goes to Aksa Vinoy. ഈ സ്റ്റേജ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കൂടുതലായി ദൈവത്തോട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം വഴിതുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.